പടം വേറെ ലെവല്, വേറെ ഒരു വൈബ്. നമ്മള് ആവേശമൊക്കെ കണ്ടില്ലേ, അതില് ഇരട്ടി വൈബ്, വേറെ ലെവൽ, ഒന്നും പറയാനില്ല. അടിപൊളി ഇന്റർവെൽ പഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പറയാം. അത് ഫുൾ ഓളാണ് പടം. നമുക്ക് ഒരു നിമിഷം പോലും ലാഗില്ലാതെ വളരെ അടിച്ചു പൊളിച്ച് കാണുന്ന ഒരു പടമല്ലേ. ഞാൻ പറഞ്ഞില്ല, ആവേശത്തിനെക്കാട്ടി ഇരട്ടി ആവേശം. ആ പാട്ടിനൊത്ത പടമാണ്. ഇനി ഇന്റർവെല്ലിന് ശേഷം കാണാൻ ബാക്കി. ക്രിസ്മസ് തൂക്കി, ഈ വർഷം തൂക്കിന്ന് എനിക്ക് തോന്നുന്നത്. ഈ ജനുവരി, ഈ 2025 മൊത്തം തൂക്കിന്നാ തോന്നുന്നു. ആ ലെവലാണ് ഈ പടത്തോ. ഈ ഒരു ഷോ കഴിഞ്ഞോടെ ഇതിന്റെ റിപ്പോർട്ട് വേറെ ലെവലായിരിക്കും. ഇതുവരെ ഒരു തരി ലാഗ് പോലും ഇല്ല ഈ പടത്തിന്. എന്ത് ലെവൽ, വേറെ ലെവൽ പടം. റെഫറൻസുകളുടെ കളിയാണ്. അതായത് പഴയ സിനിമകളുടെ റെഫറൻസുകൾ. അത് എത്രത്തോളം ആൾക്കാർക്ക് ഏതൊക്കെ സീനുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അങ്ങനെ മലയാള സിനിമ, തമിഴ് സിനിമ അങ്ങനെയൊന്നുമില്ല. ഹിന്ദി സിനിമയിലെ നായകന്മാർക്ക് എല്ലാവരുടെയും നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയ സീനുകളുടെ റീക്രിയേഷൻ പരിപാടികളാണ്. മൊത്തം ഫസ്റ്റ് ഹാഫ് പോയത് അറിഞ്ഞില്ല, നല്ല ഫാസ്റ്റ് ബേസാണ്. പിന്നെ ഈ പടത്തിൻ്റെ ഒരു മൂഡിലേക്ക് വരണം. ഇതൊരു മാഡ്നസ്, നോ ലോജിക്, അങ്ങനെ ഒരു രീതിയിലാണ്. ഒരു എന്റർടൈനർ. അത് ഒന്നാമത് ചില സർപ്രൈസ് സാധനങ്ങളുണ്ട്. നമ്മൾ കണ്ട അഴിഞ്ഞാട്ട സോങ് ഒന്നും അല്ല, ഒരുപാട് റീമിക്സ് സോങ്ങുകളുണ്ട്. നമുക്ക് ഫേവററ്റ് ആയ ചില സോങ്ങുകളുടെ റീമിക്സ്, അതാണ് തിയേറ്ററിൽ അങ്ങനെ ആവേശമായത്. മൊത്തത്തിൽ എന്റർടൈനിങ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല പടപടാന്ന് അടിച്ചങ്ങ് കാണാൻ പറ്റിയ രീതിയിലുള്ള ഫുൾ എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ഒരു തകർക്കലിനും കൂടി വെയിറ്റിംഗ് ആണ്. അല്ല, അത് എഴുതി കാണിച്ചു തന്നെ നോ ലോജിക് ഉള്ളി മാഡ്നസ്. അത് തന്നെയാണ് കാണുമ്പോൾ ഒരു ആഘോഷ ചിത്രം കേട്ടോ. എന്താ വെച്ചാൽ ലോജിക്ക് ഒന്നും നോക്കരുത്, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. സന്തോഷിക്കുക, ചിരിക്കുക, ഇറങ്ങിപ്പോവുക. ഒരു ആഘോഷമാക്കി കൊണ്ടുപോകാന്നുള്ള പടം. അത് തന്നെ അവർ ഇത് കാണിക്കുന്നുണ്ട്. നോ ലോജിക് ഉള്ളി മാഡ്നസ് എന്ന് ആഘോഷ ചിത്രം. അതേ ഉള്ളൂ. ഇത് മേക്കിംഗ് ഒക്കെ ഉള്ള പുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞല്ലോ, ആഘോഷിക്കാനായിട്ട് വന്നാൽ ക്രിസ്മസ് തകർക്കാം. പൂത്തിരിയും എല്ലാം ഉണ്ട്. പൂത്തിരിയും മാലപ്പടക്കവും ഇല്ലാത്ത പടക്കങ്ങളൊന്നുമില്ല. ബോംബ് വരെ ഉണ്ട്. തകർത്തു. അതൊക്കെ ഭയങ്കര ചിരിയൊക്കെ തിയേറ്റർ നല്ല ചിരിയും കൈയടിയൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളി മാഡ്നസ്, നോ ലോജിക്, അത് വിചാരിച്ചാൽ മതി കേട്ടോ. പാട്ട് റെഫറൻസ് എടുത്തിട്ടുണ്ട്. പഴയ സിനിമകളൊക്കെ വെച്ചിട്ട് നല്ല പൊളി സാധനം. ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടൻ കൊണ്ടുപോയി, സെക്കൻഡ് ഹാഫ് മോഹൻലാൽ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. ലാലേട്ടൻ വരുമ്പം പടം ഹെവി ആവും, പടം ഹിറ്റാവും, ഫുൾ ഓൺ പടം. ഇത് പ്രാന്ത് സിനിമയാണ്. കാണുന്ന നമുക്കും ഭ്രാന്ത്, പടം എടുത്തവർക്കും ഭ്രാന്ത്, ഫുള്ള് തിയേറ്ററിലും ഭ്രാന്താണ്. ഇത് കാണാൻ വരുന്നവർക്കും ഇനി ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഭ്രാന്തന്മാരുടെ പടമാണ്. ദൈവം ഇത് ഭ്രാന്തന്മാരാണ് തിയേറ്ററിലേക്ക് വരാമോ, അങ്ങനെ ഒരു ഓൺ പടമാണ് ഇത്. വേറെ ഏതോ ലോകത്ത്, ഇത് വർഷങ്ങൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ. തെലുങ്ക്, തമിഴ് സിനിമകളൊക്കെ പോലെ ഒരു പുതിയൊരു ജോണർ നമ്മളെ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. ഹാപ്പി എന്ന് പറയാൻ ക്രിസ്മസ് ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ല, ക്രിസ്മസിന് ആദ്യമായിട്ട് പ്രാന്തന്മാർ വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. പ്രാന്തന്മാരുടെ ഇത് 100% പ്രാന്തന്മാരുടെ സിനിമയാണ്. അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു പേഴ്സണെ വെച്ചിട്ട് ഈ പടം കാണില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. കാണാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരാളെ വെച്ചിട്ടല്ലല്ലോ സിനിമ ഇറങ്ങുന്നത്. അതിൽ ഒരുപാട് പേരുണ്ട്. അതൊരിക്കലും വിട്ടുകളയരുത്. യെസ്, തൂക്കിയിട്ടുണ്ട്, ശരിക്കും തൂക്കിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ലോജിക്ക് വെച്ച് കേട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ഒരു മാഡ്നസ്. യെസ്, ലോജിക് ഇല്ല. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആണ്. ഹാപ്പിയാണ്. ഗുഡ്.